വെൽക്കം ബാക്ക് ടു ദ ഫ്ലെയിമിംഗ് മൈക്രോഫോൺ. എപ്പിസോഡ് 1 കണ്ടത് കേരളത്തിലെ ഏറ്റവും ഒരു യങ്ങർ എഞ്ചിനീയറുടെ ഡ്രീംസും അതിലെ UAE ബിഗസ്റ്റ് റിഫൈനറി ഡീകമ്മീഷനിങ്ങും ആയിരുന്നു. ഇന്നത്തെ എപ്പിസോഡ് 2 ഊർജം, സസ്റ്റൈനബിലിറ്റി, ഡിജിറ്റലൈസേഷൻ ആൻഡ് ദി ഫ്യൂച്ചർ. മനോജ്, റെഡി ഫോർ 2? ഷുവർ. മനോജ്, എപ്പിസോഡ് 1 നമ്മൾ വളരെയധികം താങ്കളുടെ അനുഭവങ്ങൾ പറയുകയുണ്ടായി. അതിൽ നിന്നും നമുക്ക് വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഇനിയുള്ളത്. താങ്കളൊരു സർട്ടിഫൈഡ് എനർജി ഓഡിറ്ററായിരുന്നു ഫ്രം ദ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി. ഈ റോളിൽ, ഈ എനർജി മാനേജർ എന്നുള്ള ഒരു റോളിൽ താങ്കളുടെ ഒരു പാഷനാണോ അതൊരു ജോബ് ടൈറ്റിൽ മാത്രമായിരുന്നു? അതിനു മുമ്പായിട്ട് നമ്മൾ ഇതിലോട്ട് വരുന്നതിന് മുമ്പ് എനർജി എന്ന് പറയുന്നത് ഒരു ഇൻവിസിബിൾ മണിയാണ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? നമുക്ക് ഇപ്പോൾ വന്ന സമയത്ത് കിട്ടുന്ന LPG ഇല്ല, പല സ്ഥലങ്ങളിലും LPG ഇല്ലാത്ത കാരണം ഹോട്ടലുകൾ അടച്ചു പൂട്ടുന്നു. വാട്ട് ഈസ് ദ റീസൺ? എനർജി. അപ്പോൾ എനർജി ഈസ് ദി ലൈഫ് ഓഫ് എനി എക്കണോമി. ഒരു കൺട്രി ഡെവലപ്ഡ് കൺട്രി ആവാനായിട്ട് 3 കാര്യങ്ങളിലാണ് നമ്മൾ സെൽഫ് സഫിഷ്യൻസി വേണ്ടത്. ഒന്ന് ഡിഫൻസ്, സെക്കൻഡ് അഗ്രികൾച്ചർ, ആൻഡ് തേർഡ് ഈസ് എനർജി. ഇനി നമുക്ക് നോക്കാം ഇന്ത്യയുടെ കാര്യം. ഡിഫൻസ് സെൽഫ് റിലയൻസ് ആണ്. അഗ്രികൾച്ചർ, എനർജി ഇപ്പോഴും ഏകദേശം 90% ഓഫ് ഓയിൽ വരുന്നത് വേറെ രാജ്യങ്ങളിൽ നിന്നാണ്. അപ്പോൾ എനർജിയുടെ കാര്യത്തിൽ നമ്മളിപ്പോഴും സെൽഫ് റിലയൻസ് ആയിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മൾ യങ്സ്റ്റേഴ്സിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ഏറ്റവും ചലഞ്ച്. എന്തായിരിക്കും നമ്മുടെ ഫ്യൂച്ചർ ഇന്ത്യയുടെ എനർജി സോഴ്സുകൾ? എങ്ങനെ നമുക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും? ഇതിൽ നമ്മൾ കൂടുതൽ റിസർച്ച് ചെയ്ത സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് വി ഷുഡ് ഹാവ് ആൻ എക്സലൻറ്റ് എനർജി മാനേജ്മെൻറ്റ് പ്ലാൻ. എനർജിയെ നമുക്ക് എത്ര ഇൻ്റലിജൻ്റായിട്ട് മാനേജ് ചെയ്യാം. അതിൻ്റെ പാർട്ടായിട്ടാണ് ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി സർട്ടിഫൈഡ് എനർജി ഓഡിറ്റർ എന്ന് പറയുന്ന കോഴ്സ് റിലീസ് ചെയ്തു. അതിൽ ഫസ്റ്റ് ബാച്ചിൽ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അങ്ങനെ സർട്ടിഫിക്കേഷൻ എല്ലാം കിട്ടി. ഇതിൽ കൂടുതലും പറയുന്നത് നമ്മുടെ സിഗ്നിഫിക്കൻ്റ് എനർജി യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസിൽ നമുക്ക് എങ്ങനെ എനർജി കൺസംഷനെ ഓപ്റ്റിമൈസ് ചെയ്യാം. ഇപ്പോൾ ഒരു റിഫൈനറിൽ നോക്കിക്കഴിഞ്ഞാൽ റിഫൈനറുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റിൻ്റെ ഏകദേശം 45 to 50% എന്ന് പറയുന്നത് എനർജി കോസ്റ്റാണ്. ഒരു ബാരൽ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് അതിൽ തന്നെ എനർജി കോസ്റ്റ്, ഇഫ് യു ആർ ആസ്കിങ് മീ ആർ യു യൂട്ടിലൈസിങ് ഇൻ ആൻ എഫിഷ്യൻറ്റ് മാനർ, ദ ആൻസർ ഈസ് നോ. അതിനെ എങ്ങനെ നമുക്ക് എനർജി എക്സലൻസിലോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഒരു എനർജി മാനേജ്മെൻറ്റ് ടീമിൻ്റെ, ഒരു എനർജി എഞ്ചിനീയറിൻ്റെയും മെയിനായിട്ട് റോള്. ഇറ്റ് ഈസ് വെരി ഈസി. അപ്പോൾ സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് ഇറ്റ് ഈസ് വി ആർ എഞ്ചിനീയേഴ്സ്. നമുക്ക് എല്ലാത്തിനും സൊല്യൂഷൻസ് ഉണ്ട്. ഇഫ് യു ഹാവ് പ്രോബ്ലം ദർ ഈസ് എ സൊല്യൂഷൻ. അത് കറക്റ്റായിട്ട് നമ്മൾ കണ്ടെത്തണം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ റിഫൈനറിൽ വന്നു കഴിഞ്ഞാൽ റിഫൈനറിയുടെ ഒരു എനർജി മിക്സ് എന്ന് പറയുന്നത് 90-10 ആണ്. 90% വി ആർ യൂട്ടിലൈസിങ് തെർമൽ എനർജി, 10% ഇലക്ട്രിക്കൽ എനർജി. ഈ 90% തെർമൽ എനർജിയിലും ബിഗസ്റ്റ് കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് ഫയർഡ് ഹീറ്റേഴ്സാണ്. അപ്പോൾ ഫയർഡ് ഹീറ്റേഴ്സ്, വെദർ ഇറ്റ് ഈസ് വർക്കിംഗ് ഇൻ എൻ എഫിഷ്യൻറ്റ് മാനർ ഓർ നോട്ട്, ഇറ്റ് ഈസ് ഡിസൈൻ ഫോർ എ പർട്ടിക്കുലർ എഫിഷ്യൻസി. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫയർഡ് ഹീറ്റേഴ്സ് ആർ ദർ. നാച്ചുറൽ ഡ്രാഫ്റ്റ്, ബാലൻസ് ഡ്രാഫ്റ്റ്. ലേറ്റസ്റ്റ് ടെക്നോളജി എന്ന് പറയുന്നത് ബാലൻസ് ഡ്രാഫ്റ്റാണ്. അപ്പോൾ അതിലെല്ലാം ഓരോ നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റോഷ്യോമെട്രി എല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു ഫീൽഡാണ്. കറക്റ്റായിട്ട് നമ്മൾ ഓരോ എക്യുപ്മെൻറ്റ്സ് നോക്കുക, അതിലെ എഫിഷ്യൻസി കറക്റ്റായിട്ട് നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ടോ ചെക്ക് ചെയ്ത് നോക്കിയോളൂ. ദിസ് ഈസ് കോൾഡ് ഗ്യാപ്പ് അനാലിസിസ്. ഒരു റിഫൈനറിയിലോ അല്ലെങ്കിൽ ഒരു ഏത് ഇൻഡസ്ട്രിയിലും ഇത് ആപ്ലിക്കബിളാണ്. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഡാറ്റ. നമുക്ക് എനർജി അക്കൗണ്ടിങ് നടത്തണം. എനർജി അക്കൗണ്ടിങ് നടത്തുമ്പോഴാണ് എന്തുമാത്രം നമ്മൾ എനർജി, ഹൗ മച്ച് എനർജി ഇൻ ടേംസ് ഓഫ് മില്യൺ ഗിഗാജൂൾ യു ആർ യൂട്ടിലൈസിങ്. അതാണ് ഒരു ബേസ് ലൈൻ എന്ന് പറയുന്നത്. അതിൽ നിന്ന് വേണം നമുക്ക് പിന്നെ ഒപ്റ്റിമൈസേഷൻ്റെ ഗ്യാപ്പ് അനാലിസിസ്. ഓരോ എക്യുപ്മെൻറ്റ് നോക്കുമ്പോഴത്തേക്ക് ഓക്കെ ഹിയർ ഇറ്റ് ഈസ് എ ഗ്യാപ്പ്, ഇത് നമ്മൾ ബ്രിഡ്ജ് ചെയ്യുകയാണെങ്കിൽ എന്തുമാത്രം എനർജി നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇതാണ് ഒരു എനർജി മാനേജ്മെൻറ്റ് സർട്ടിഫിക്കേഷൻ പ്രോസസ്സിൽ വരുന്നത്. ഇത് പല സ്ഥലങ്ങളിലും ഇപ്പോൾ കൊച്ചിൻ റിഫൈനറി എല്ലാ ലീഡിങ് ഇൻഡസ്ട്രിയും എനർജി മാനേജ്മെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രീസാണ്. മനോജ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, it is becoming the most discussion technology in every industry today. In refining industries, where safety, reliability and real time
decisions are critical. How transformative do you think AI will be? It is an excellent tool, no doubt in that. The people knows me. I am the biggest ambassador of artificial intelligence. എൻ്റെ ഡേ ടു ഡേ ലൈഫിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഞാൻ വളരെയേറെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ നമ്മളെപ്പോഴും പറയുന്ന എൻജിനീയേഴ്സ് ആൾവേസ് ഷാർപ്പൺ യുവർ ടൂൾസ്. നമ്മുടെ സ്കിൽസ് ബിജു പ്രഭാകർ സാറ് പറയാറുണ്ട്, നമ്മൾ ഏറ്റവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് നമ്മുടെ സ്കിൽസ് നമ്മൾ എല്ലാ ദിവസവും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ മാത്രമേ നമുക്ക് കോമ്പീറ്റൻ്റായിട്ട് ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസഡ്വാൻറ്റേജും ഉണ്ട്. പലരും നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് ചോദിക്കാറുണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു കഴിഞ്ഞാൽ എൻജിനീയേഴ്സിൻ്റെ പിന്നെ ജോലി ഉണ്ടോ എന്ന്. അതിന് ആൻസർ, ഒരിക്കലും എൻജിനീയേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ ഇൻ്റലിജൻസിനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസായിട്ട് 100% റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഏത് എൻജിനീയറാണോ മിടുക്കൻ, അവൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അവൻ്റെ ഒരു പാർട്ടാക്കുക. ദേ വിൽ ബി സക്സസ്ഫുൾ. അല്ലാതെ റെസിസ്റ്റൻസ് ടു ചേഞ്ച്, നമ്മൾ ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ബി ഇൻ ദ ബാക്ക് സീറ്റ്. അപ്പോൾ അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിഫൈനറിൽ നമ്പർ ഓഫ് യൂസ്. അപ്പോൾ യങ് എൻജിനീയേഴ്സ് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ബിഗ്ഗസ്റ്റ് ഫാനാണ്. ഞാൻ കാണുന്ന കുറേ കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ യങ്സ്റ്റേഴ്സ് വിചാരിക്കുന്നത് ദേ ആർ നോട്ട് സീൻ അപ്സെറ്റ്, എമർജൻസീസ് ഒന്നും കണ്ടിട്ടില്ല. കാര്യം എല്ലാം വളരെ സ്മൂത്തായിട്ട് പോകുന്നു. ആ സ്മൂത്തായിട്ട് പോകുന്ന കാര്യങ്ങളെല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ചെയ്യാം. ഒരു ക്വസ്റ്റ്യനൂടെ, യു ഹാവ് വർക്ക്ഡ് വിത്ത് അഡ്വാൻസ് പ്രോസസ് കൺട്രോൾ. അതിൽ പല ടൂൾസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഷെൽ മൾട്ടിവേരിയബിൾ ഒപ്റ്റിമൈസിങ് ടൂൾസ്, ഡൈനാമിക് മെട്രിക്സ് കൺട്രോളർ, റോബസ്റ്റ് ക്വാളിറ്റി എസ്റ്റിമേറ്റർ. ഫോർ someone who doesn't know all these things, താങ്കൾക്ക് അതൊരു സിമ്പിൾ ലാംഗ്വേജിൽ ഒരു കമ്പ്യൂട്ടർ എങ്ങനെ അത് കമ്പ്യൂട്ടർ ഒപ്റ്റിമൈസേഴ്സ് എ റിഫൈനറി എന്നൊന്ന് പറയാമോ? Definitely. When I talk about such advanced tools, we have to see the historical development of control system development. ഒരു റിഫൈനറി ആദ്യം ഈ 1960s മാനുവൽ കൺട്രോളായിരുന്നു. വാൽവ് മാനുവലായിട്ട് തുറക്കുക. അത് കഴിഞ്ഞിട്ട് ന്യൂമാറ്റിക് കൺട്രോളായി. നെക്സ്റ്റ് ഫേസ് SLPC, സിംഗിൾ ലൂപ്പ് പ്രോഗ്രാമബിൾ കൺട്രോൾ. അത് കഴിഞ്ഞ് DCS, ഡിസ്ട്രിബ്യൂട്ടഡ് കൺട്രോൾ സിസ്റ്റം. പല ഭാഗങ്ങളിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കൺട്രോളിനെ കൺട്രോൾ റൂമിലിരുന്ന് നമ്മൾ കൺട്രോൾ ചെയ്യുന്നു. അതിൻ്റെ നെക്സ്റ്റ് ലെയറാണ് അഡ്വാൻസ് പ്രോസസ് കൺട്രോൾ. അത് ഒരു അനോളജി ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്നു, ഇവിടുന്ന് കൊല്ലത്തേക്ക് പോകുന്നു, നമ്മൾ 2 മണിക്കൂർ കൊണ്ട് എത്തണം. വി ഹാവ് എ പ്ലാൻ. പോകുന്ന ഡയറക്ഷൻസ് നമ്മളറിയാം, അതിനനുസരിച്ച് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്നു. ഇമാജിൻ ദ സെയിം തിങ് ഈസ് ബീയിങ് പെർഫോംഡ് യൂട്ടിലൈസിങ് എ മാത്തമാറ്റിക് മോഡൽ. അതാണ് അഡ്വാൻസ് പ്രോസസ് കൺട്രോൾ. അതിനുവേണ്ടി ഡിഫറെൻറ്റ് കമ്പനീസ്, ഷെൽ മൾട്ടിവേരിയബിൾ ഒപ്റ്റിമൈസിങ് കൺട്രോൾ, ഡൈനാമിക് മെട്രിക്സ് കൺട്രോൾ DMC+, അത് വേറൊരു ടൂളാണ്. അതേപോലെ ഹണിവെല്ലിന് RMPCT എന്ന് പറയുന്ന ടൂളുണ്ട്. ഇതിലെല്ലാം യൂട്ടിലൈസ് ചെയ്യുന്ന കുറേ ടൂൾസാണ് സാറിപ്പോൾ പറഞ്ഞ ഈ ടെർമിനോളജീസ്. ലോകം പുതിയ എനർജി സാധ്യതയിലേക്ക് പോവുകയാണ്. നമ്മുടെ ഇന്ത്യ തന്നെ ഹൈഡ്രജൻ പോളിസി ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. EVs വരുന്നു, സോളാർ വരുന്നു, ഗ്രീൻ ഹൈഡ്രജൻ വരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ്റെ ലൈസൻസ് കൊടുക്കാൻ സാധിച്ച ഒരാളാണ് ഞാൻ. അതിലെല്ലാം അപ്പോൾ റിഫൈനറി ജോലി ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഇതിനോടുള്ളൊരു ഹോണസ്റ്റായിട്ടുള്ളൊരു ആൻസർ എന്താണ്? വിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ടേക്സ് പ്ലേസ് എ ഗ്രേറ്റ് എനർജി ട്രാൻസിഷൻ? എന്നെ അറിയാവുന്നവർക്കെല്ലാം അറിയാം, ഐ ആം ദ ബിഗ്ഗസ്റ്റ് അംബാസിഡർ ഓഫ് ഗ്രീൻ ഹൈഡ്രജൻ. ഞാൻ പലയിടത്തും പറയുന്നത് ഫ്യൂച്ചർ ഫ്യൂൽ ഈസ് ഗ്രീൻ ഹൈഡ്രജൻ എന്നാണ്. ഞാൻ അത് പറയുമ്പോൾ തന്നെ 1994 എൻ്റെ സെമിനാറിൻ്റെ പേപ്പർ ഹൈഡ്രജൻ ഈസ് എ ഫ്യൂച്ചർ ഫ്യൂൽ എന്നുള്ളതായിരുന്നു. ഇപ്പോൾ 31 years കഴിഞ്ഞു, ഇപ്പോഴും ഹൈഡ്രജൻ ഒരു വയബിൾ എനർജി ആയിട്ടില്ല. കാര്യം അതിന് കുറേ കൊമേഴ്സ്യൽ ആസ്പെക്ട്സ് ഉണ്ട്. അപ്പോൾ ഹാവിങ് സെഡ്, റിഫൈനറി, അത് ഫോസിൽ ഫ്യൂവൽസിന് ഒരു കാരണവശാലും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ബേസ്ഡ് ഓൺ ദി കറണ്ട് എക്സ്പ്ലോറേഷൻ ഡേറ്റ, ഫോസിൽ ഫ്യൂവൽ പെട്രോളിയം ഏകദേശം നെക്സ്റ്റ് 60 yearsനുണ്ട്. അതേപോലെ ഗ്യാസ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 100+ years. ഇത് അതായത് ഒരിക്കലും റിഫൈനറി ഒരു പാസ്റ്റ് അല്ല.
ഫ്യൂച്ചർ ഫോസിൽ ഫ്യൂവൽ ഓർ റിന്യൂവബിൾ എനർജി അല്ല, ഇറ്റ് ഈസ് എ ട്രാൻസിഷൻ. ഈ ഒരു ട്രാൻസിഷൻ പീരീഡാണ്. ലേറ്റർ മേ ബി അതിൽ ഒരു റിന്യൂവബിൾ എനർജി ഏതെങ്കിലും ബ്രേക്ക് ത്രൂ ഇന്നോവേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഫോസിൽ ഫ്യൂവലിനെ റീപ്ലേസ് ചെയ്യാനും അത് യങ്സ്റ്റേഴ്സിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. കറക്റ്റ്. മനോജ്, the refining industry is under tremendous pressure. For example, profitability, decarbonization, ESG expectations, digital transformation and global energy transition. In your view, ഏതാണ് ഒരു ട്രൂ ബിസിനസ് സസ്റ്റൈനബിലിറ്റി പ്ലാൻ ഫോർ എ മോഡേൺ റിഫൈനറി? ഓക്കെ, ഞങ്ങൾ 98 ജോയിൻ ചെയ്ത സമയത്ത് നമ്മുടെ ജനറൽ മാനേജേഴ്സൊക്കെ പറയുന്നത് റിഫൈനറി ഈസ് എ പ്രോഫിറ്റബിൾ ബിസിനസ്. അത് ഇന്നും എക്കോ ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ ഒരു 2 വർഷത്തിന് മുമ്പ് അഡ്നോക്കിൻ്റെ CEO പറഞ്ഞത് റിഫൈനിങ് ഈസ് നോ മോർ എ പ്രോഫിറ്റബിൾ ബിസിനസ്. ആസ് യു സെഡ്, സോ മെനി കൺസ്ട്രെയിൻസ് ആർ ദെയർ, മെയിൻലി ഡീകാർബണൈസേഷൻ പ്രഷർ, സസ്റ്റൈനബിലിറ്റി. ഒരു ബിസിനസ് നമ്മൾ നടത്തുന്നത് എനിവേ ദ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ബിസിനസ് ഈസ് മേക്കിംഗ് മണി അറ്റ് ദ സെയിം ടൈം പ്രൊട്ടക്ട് ദ എൻവയോൺമെൻറ്റ്. അവിടെയാണ് നേരത്തെ ഗ്ലോബലൈസേഷൻ ആ സമയത്ത് ദി എക്കണോമിക് ഡെവലപ്മെൻറ്റ്സും ദി എനർജി യൂസേജസ് ആർ നോട്ട് ദിസ് മച്ച്. ഇന്ന് ഏകദേശം വേൾഡ് നോക്കിക്കഴിഞ്ഞാൽ വി ആർ യൂട്ടിലൈസിങ് നിയർലി 100 million barrels per day വേൾഡിൽ. അതിൽ 3rd ലാർജസ്റ്റാണ് ഇന്ത്യ, മീൻസ് എനർജി യൂസേജിൽ. അപ്പോൾ എനർജി യൂസേജിൽ ഫസ്റ്റ് US, ദെൻ ചൈന, ദെൻ ഇന്ത്യ. അപ്പോൾ അതിൽ നിന്ന് നമുക്കറിയാൻ പറ്റും. ഞാൻ വീണ്ടും പറയുന്നു, എക്കണോമിയുടെ ലൈഫ് എന്ന് പറയുന്ന എനർജിയിലാണ്. ഈ എനർജി യൂസ് ചെയ്യുന്ന കൺട്രീസിനെ വെച്ചിട്ട് നമുക്ക് റേറ്റ് ചെയ്യാം ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് വരുന്ന കൺട്രീസ് ഏതാണെന്ന്. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സാർ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, ഇനിയുള്ള റിഫൈനറിയിൽ നമുക്കുള്ള ചലഞ്ചസ് എന്ന് പറയുന്നത് ഹൗ പ്രോഫിറ്റബിലിറ്റി റൺ ദിസ് ഷോ വിത്തൗട്ട് അഫക്റ്റിംഗ്. അവിടെയാണ് നമുക്ക് ഇന്നോവേഷൻസ്. എല്ലാത്തിനും സൊല്യൂഷൻസ് ഉണ്ട്. ഇപ്പോൾ ഡീകാർബണൈസേഷൻ എങ്ങനെയാണ്? വി ആർ ഇൻ ഹൈഡ്രോ കാർബൺ ഇൻഡസ്ട്രി, കാർബൺ ആൻഡ് ഹൈഡ്രജൻ. ഇതിനെ എനർജിയായിട്ട് മാറ്റുന്ന സമയത്ത് കാർബൺ ഈസ് കൺവേർട്ടിങ് ഇൻ ടു കാർബൺ ഡൈ ഓക്സൈഡ്. ദിസ് ഈസ് എ ഗ്രീൻ ഹൗസ് ഗ്യാസ്, ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ. ഇതിനെ നമുക്ക് കുറയ്ക്കണം. എഞ്ചിനീയേഴ്സിൻ്റെ കയ്യിൽ ടൂളുണ്ട്, കാർബൺ ക്യാപ്ചർ ആൻഡ് യൂട്ടിലൈസേഷൻ. അതിനെ നമുക്ക് ക്യാപ്ചർ ചെയ്തിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഇതിന് ഹൈ ഓപ്പറേറ്റിംഗ് കോസ്റ്റാണ്. അപ്പോൾ കാർബൺ ടാക്സേഷനോ കാർബൺ ക്രെഡിറ്റോ വരാതെ ഒരു റിഫൈനറീസിന് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക അസാധ്യമാണ്. അല്ല എങ്കിൽ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ഗ്രീൻ ഹൈഡ്രജനുമായിട്ട് ചേർത്ത് വീണ്ടും ജെറ്റ് ഫ്യൂൽ പോലുള്ള ഫിഷർ ടോപ്പ്, സോ മെനി റിസർച്ച് ആർ going on, and I strongly believe breakthrough innovations will come. അതുപോലെ താങ്കളുടെ PhD താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഞാൻ കണ്ടത് റിഫൈനറി ഡിജിറ്റലൈസേഷനാണ് താങ്കളുടെ സബ്ജക്റ്റ്. അപ്പോൾ 2040 റിഫൈനറി താങ്കളുടെ മനസ്സിൽ എങ്ങനെയായിരിക്കും? ഐ മീൻ എ പിക്ചർ ദാറ്റ് ഡിസ്ക്രൈബ്സ് 2040. Yeah, it is a simple word. 2040 refinery you can control from coffee shop. ഓക്കെ, അതാ കാര്യം. ഇപ്പോൾ ഡേറ്റ എന്ന് പറയുന്നത് ഡേറ്റ എന്ന് പറയുന്നത് ഇസ് എ വൈറ്റ് ഗോൾഡ്. ഇപ്പോൾ പെട്രോൾ എന്ന് പറയുന്നത് ബ്ലാക്ക് ഗോൾഡ്. അതേപോലെ ഡേറ്റയാണ്. ഈ ഡേറ്റയെ നമുക്ക് ഈച്ച് ഡേറ്റ ഈസ് മണി. ഒരു റിഫൈനറി നോക്കിയാൽ മില്യൺസ് ഓഫ് ഡാറ്റ സ്കാറ്റേഡാണ്. അതിനെ പണ്ട് ഡോക്യുമെൻറ്റ് ചെയ്തു, അതിനെ നമ്മൾ ഡിജിറ്റലൈസേഷൻ ചെയ്തു. ഇത് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാറ്റ വെച്ചിട്ട് ഈവൻ നമുക്ക് വി ക്യാൻ മേക്ക് ഡാറ്റ അനാലിസിസ്, മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സോ മെനി ടൂൾസ് ആർ ദെയർ. സോ മൈ ഫോക്കസ് ഈസ് മെയിൻലി ഓൺ ദാറ്റ് ആസ്പെക്ട്. ദ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മീനിങ് ഫുൾ ബ്ലെൻഡ് ഓഫ് ഡിജിറ്റൽ ആൻഡ് ഇൻ്റലിജൻറ്റ് സിസ്റ്റം. അത് ദാറ്റ് ഈസ് ഗോയിങ് ടു മേക്ക് the refinery more and more profitable. Any refinery, they are lacking in absorbing such type of technologies, going to incur huge cost in future. Manoj, you are mentoring several youngsters and developing future leaders also. I have seen your work mainly exist on that. In this industry, often seen as highly individual, highly technical and demanding. Why do you believe investing in young
professionals is so important today? Yeah, it is. It is mainly from my life. Yes. ഞാൻ പറഞ്ഞ പോലെ നമ്മളൊരു ഓർഡിനറി ഒരു സ്കൂളിൽ പഠിച്ചു വന്ന ആൾ ഒരു എൻജിനീയർ സക്സസ്ഫുൾ ആവുന്നത് പുള്ളിയുടെ എഫർട്ട് കൊണ്ട് മാത്രമല്ല, ഒത്തിരി പേരുടെ എഫർട്ട് അതിനകത്തുണ്ട്. അതിൽ മെയിനായിട്ടുള്ളത് നമ്മുടെ ഫാദർ, മദർ, ടീച്ചേഴ്സ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് പറയേണ്ടത് മെൻറ്റേഴ്സാണ്. എൻ്റെ പല പ്രൊഫഷണൽ ഡിസിഷൻസിനും എനിക്ക് ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് ഒരു 3 മെൻറ്റേഴ്സാണ്. ഒന്ന് ജ്യോതി മാഡം, 2 USF, മൂന്നാമത്തത് ബിജു പ്രഭാകർ IAS. ഇപ്പോൾ പല സമയങ്ങളിൽ ഞാൻ എടുത്ത ഡിസിഷൻസ്, ഇപ്പോൾ DRDO ഒന്ന് കൊച്ചിൻ ഡിഫൻഡറിലേക്ക് വന്ന സമയത്ത് എനിക്ക് ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്ത ടീച്ചറാണ്. ഹോൾ ഫാമിലി വാസ് എഗൻസ്റ്റ് ദിസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ റിഫൈനറിയിൽ നിന്ന് നേരെ അഡ്നോക്കിൽ പോകുന്ന സമയത്ത് ഞാൻ 2 പേരെ അടുത്ത് ഡിസ്കസ് ചെയ്തോളൂ. ഒന്ന് സാറിൻ്റെ അടുത്തും ബിജു പ്രഭാകർ സാറിൻ്റെ അടുത്തും. 2 പേരും പറഞ്ഞത് ഈസ് ആൻ എക്സലൻറ്റ് ഓപ്പർച്യൂണിറ്റി, ഈസ് എ ഗ്ലോബൽ പ്ലാറ്റ്ഫോം. അവിടെ പോവുക, you will get more and more exposure and see whatever you studied, capitalize it. So ഒരു mentoring-ൻ്റെ importance I know. When people look at these successful professionals, they often see the achievements, awards, leadership positions. But behind every long journey, there are mentors, colleagues, friends, family members, and even difficult moment that silently shapes a person. When you look back at your 30-year journey, who are the people and what experience that made you stronger? A great question. When we receive an award, നമ്മുടെ അവാർഡ് ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ഒരു അവാർഡ് റിസീവ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് നോട്ട് ഓൺലി യുവർ എഫർട്ട്, നമ്മുടെ ഒരു ടീം മെമ്പേഴ്സിൻ്റെ എല്ലാവരുടെയും എഫർട്ടായിരിക്കും. അതേപോലെ തന്നെയാണ് നമ്മളൊരു ഫീൽഡ് എക്സൽ ആവുന്നത് ഒരു ഇൻഡിവിജ്വൽ എഫർട്ടല്ല. അതിൽ ഒത്തിരി ആൾക്കാരുടെ പ്രാർത്ഥനയും പ്രയത്നമുണ്ട്. ഫാദർ, മദർ, എൻ്റെ ബ്രദർ, സിസ്റ്റർ, പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് സിമി, വൈഫ്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്നത് എനിക്ക് 3 മെൻറ്റേഴ്സുണ്ട്. ജ്യോതി മാഡം, USF, ആൻഡ് ബിജു പ്രഭാകർ IAS. ഇവർ ഇത്രയും പേരാണ്. ഡെഫിനറ്റ്ലി സോ മെനി അതർ വെൽ വിഷേഴ്സ്, ബെസ്റ്റ് ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. പക്ഷേ ഈ മെൻറ്റേഴ്സിൻ്റെയും അതേപോലെ പാരൻസിൻ്റെയും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയും ഫുൾ സപ്പോർട്ട് ഇല്ലെങ്കിൽ അറ്റ് ഡിഫറെൻറ്റ് സ്റ്റേജസ് യു വിൽ ബി സ്റ്റക്ക്. അപ്പോൾ എപ്പോഴും വളരെ നന്ദിയോടുകൂടി ഞാൻ അക്നോളജ് ചെയ്യുന്നത് ഈ ഒരു കോൺട്രിബ്യൂഷൻസാണ്. ലൈഫിൽ ഏറ്റവും apart from your job, the biggest challenge you had in your life? A lot of means very challenging issues are there. Even actually it is a meaningful blend of family and official challenges. ഫാമിലിയിൽ തന്നെ ഇഷ്ടംപോലെ ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. ബട്ട് all this we have circumstances. Yeah, actually all these challenges we not alone overcoming it. So many well-wishers, friends, on demand or without demand they are coming and supporting us. അതൊരു ഗോഡ് ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കരുതുന്ന ഒരാളാണ്. ടീം എഫേർട്ടായിരുന്നു ഒരു കുടുംബത്തിൻ്റെ. എക്സാക്ട്ലി. ഞാനെപ്പോഴും പറയും ഫാമിലിയുടെ ഡെഫിനേഷൻ ഫാദർ ആൻഡ് മദർ, ഐ ലവ് യു എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഒരു യങ്സ്റ്റേഴ്സിനെ നമുക്ക് എങ്ങനെ ഡയറക്റ്റായിട്ട് മെൻറ്റർ ചെയ്യാം. ആരും നമുക്ക് ഒരു ജോലി വാങ്ങിത്തരണം എന്നുള്ളതല്ല
എല്ലാവരും വരുന്നതെന്ന് വെച്ചാൽ എനിക്കൊരു ജോലി ഞാനെപ്പോഴും പറയാറുണ്ട്, നമ്മൾ കഷ്ടപ്പെട്ടൊരു ജോലി വാങ്ങിച്ചാൽ മാത്രമേ അവിടെ നമ്മൾ എക്സൽ ചെയ്യുള്ളൂ. ആരെങ്കിലും വാങ്ങിത്തരുന്നതിൽ നമുക്ക് ഒരിക്കലും അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ നമുക്ക് റൈറ്റ് പാത്ത്, നമുക്ക് ഇപ്പോൾ ഒരു റിഫൈനറി ഫീൽഡിൽ ഒരാൾക്ക് ഇൻട്രസ്റ്റ് ആണ്, അവരെ ആ ഒരു നല്ലൊരു പൊസിഷനിലേക്ക് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളത് കേട്. അതാണ് ഞാൻ പല സ്ഥലങ്ങളിലും അഡ്വക്കേറ്റ് ചെയ്യുന്നത്. ഏറ്റവും വളരെ നല്ലൊരു എക്സാമ്പിളാണ് താങ്കൾ കൊടുത്തത്. താങ്കളുടെ 18 വർഷത്തോളം UAE-യിലുണ്ടായിരുന്നു. അതിലെ കമ്മിറ്റ്മെൻറ്റ്സും അവരുടെ ആ ഇതും ഇന്ത്യയിലെ അതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരിട്ട ലൈനിൽ പറയാം. UAE എന്ന് പറയുന്നത് നമ്മുടെ ഒരു സെക്കൻഡ് ഹോമാണ്. ഏത് മലയാളിയുടെ ചോദിച്ചു കഴിഞ്ഞാലും UAE നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അവിടുത്തെ ഒരു സിറ്റിസണായിട്ടാണ്. ദാറ്റ് ഈസ് മോർ ദാൻ സഫിഷ്യൻറ്റ്. താങ്കൾ കെമിക്കൽ എഞ്ചിനീയേഴ്സ് റെഫറൻസ് മാനുവൽ നമ്മൾ രണ്ടുകൂടാണ് എഴുതിയത്. അതിലെ ഒരു അനുഭവങ്ങൾ, താങ്കളുടെ എഴുതാനുള്ള ഒരു ഇൻസ്പിറേഷൻ അതെന്തായിരുന്നു? ഓക്കെ, അതെ, ഞാനെപ്പോഴും നമ്മുടെ ക്യാമറയിൽ കാണാം, എപ്പോഴും നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന ഒരു ബുക്കാണ് ഇത്. ആക്ച്വലി ഇറ്റ് ഈസ് എ ഷെയറിങ് ഓഫ് അവർ എക്സ്പീരിയൻസ്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ റിഫൈനറിൽ വന്ന സമയത്ത് തിയററ്റിക്കൽ നോളജിൽ നിന്ന് നമ്മൾ പ്രാക്ടിക്കൽ നോളജിലേക്ക് വരികയാണ്. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം? മോഹൻലാൽ പറഞ്ഞ പോലെ ഒരു വലിയൊരു ഓഷൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. അതിന് നമ്മൾ എങ്ങനെയാണ് ആ ഓഷനിലോട്ട് പോകുന്നത്? അപ്പോൾ അതിന് നമ്മൾ വളരെ സ്ട്രഗിൾ, ആരും പറഞ്ഞു തരാനുണ്ടായില്ല. ഓരോ എക്യുപ്മെൻറ്റ്സുകളും കാണുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതങ്ങളായിരുന്നു. അതിനുശേഷം നമ്മളത് പഠിക്കാനും, അപ്പോൾ ഓരോ സമയത്ത് കിട്ടുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി വയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഏകദേശം എനിക്കൊന്ന് 2008 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ എഞ്ചിനീയേഴ്സ് സാർ ചെയർമാനായിരിക്കുകയും ഞാൻ എക്സിക്യൂട്ടീവ് മെമ്പറായിരിക്കുന്ന സമയത്ത് നമ്മൾ ഒത്തിരി പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ട്. ആ സമയത്ത് സാറ് ഇങ്ങനെ ഒരു സാറിൻ്റെ എക്സ്പീരിയൻസ് ക്രോഡീകരിച്ച് വെച്ചിരിക്കുന്ന സാറ് കാണിക്കുകയും, അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഡോക്യുമെൻ്റ് വെച്ചാൽ ഇറ്റ് ഈസ് ആൻ എക്സ്പീരിയൻസ് ഓഫ് ആൻ റിഫൈനറി എഞ്ചിനീയർ, ഈസ് ഓൾമോസ്റ്റ് 10 years ഓഫ് എക്സ്പീരിയൻസ്. അപ്പോൾ സാറാണ് ഒരു മോട്ടിവേറ്റ്, വൈ ഡോണ്ട് we release it as a reference manual. So that was the trigger behind that. So we materialized this, and now fortunately this is one of the best selling reference manual in India. ഞാനൊരു റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ് താങ്കളുമായിട്ട്. മനോജ്, അബുദാബി ഓർ കേരള, വിച്ച് ഈസ് യുവർ ഹാർട്ട് ഓർ ഹോം? Yeah, Kerala is my heart and Abu Dhabi is my second home. Best advice you ever received? I believe in yourself. ഏറ്റവും നല്ല അഡ്വൈസ് കിട്ടിയത്? Always be positive. One book every young engineer should read. Rich Dad, Poor Dad by Robert Kiyosaki. ഓരോ യങ് എഞ്ചിനീയറും വായിക്കേണ്ടത് ഈ പുസ്തകമാണെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? The proudest moment of your career? Definitely working with Abdul Kalam sir. ഗ്രേറ്റ്. ഒരു അത് താങ്കളുടെ കരിയറിലെ ഏറ്റവും നല്ല നിമിഷമായി താങ്കൾ കാണുന്നു? ഉറപ്പായിട്ടും. ഇത് വെരി ഗുഡ്. മനോജ്, എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല, എങ്കിൽ കൂടി ഒരു ചോദ്യം കൂടെ ചോദിക്കാതെ എനിക്കിത് ഈ പോഡ്കാസ്റ്റ് തീർക്കാൻ ഒക്കില്ല. ഇഫ് യു കുഡ് ഗോ ബാക്ക് ആൻഡ് ടെൽ 22-year-old Manoj one thing, what would it be? Yeah, always chase your passion. Always chase your passion. Thank you, Manoj, for your wonderful conversation. It has been nice that we discussed various aspects of life, job, career, and how an young engineer should take care of this. We have been discussing each of these aspects to see that young engineers should take some part of that of your career in their life. ഒരു പ്രൊഫഷണൽ മെസ്സേജ് മനോജ് പറഞ്ഞു തന്നു. എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. താങ്ക് യു ഫോർ ലൈറ്റിംഗ് അപ്പ്. മനോജ്, നിങ്ങളുടെ പ്രൊഫഷണൽ യാത്ര മാത്രമല്ല, അതിൻ്റെ പിന്നിലെ മനുഷ്യകഥയും ഞങ്ങളുമായി പങ്കുവച്ചതിന് ഹൃദയം നിറഞ്ഞ നന്ദി. ഇന്ന് നമ്മൾ കണ്ടത് ഒരു യങ് കെമിക്കൽ എഞ്ചിനീയറുടെ അനുഭവ കഥയിൽ തുടക്കമായി ഒരു എക്സ്പീരിയൻസ് എഞ്ചിനീയറുടെ മറ്റ് അനുഭവങ്ങളെക്കുറിച്ച് നമ്മളുമായി പങ്കുവയ്ക്കുന്നതാണ്. മനോജ്, ഇന്ന്
ഫ്ലെയിമിംഗ് മൈക്രോഫോണിൽ നിങ്ങൾ പങ്കുവച്ചത് ഒരു കരിയർ സ്റ്റോറി മാത്രമല്ല, യങ് എഞ്ചിനീയേഴ്സിനുള്ള ഒരു ഇൻസ്പിറേഷൻ കൂടിയാണ്. താങ്ക് യു വെരി മച്ച്.